നമസ്കാരം, ഞാൻ ഡോക്ടർ സൗമ്യ അജീൻ. എൻ്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്ന പലരും ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടാവും. എനിക്ക് 2 PSCകളിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയത്. സെയിം പോസ്റ്റാണ്, പക്ഷേ 2 ജില്ലയിലായിട്ട് നടത്തിയതാണ്. 2 ജില്ലയിലും ഫസ്റ്റ് റാങ്ക് കിട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ പേപ്പറിൽ വന്ന ന്യൂസൊക്കെ ഞാൻ ഷെയർ ചെയ്തപ്പോൾ എൻ്റെ FSO സ്റ്റുഡൻസ് ഒരുപാട് പേര് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിരുന്നു, എങ്ങനെയാണ് പഠിക്കുന്നതെന്നൊക്കെ പറഞ്ഞു തരുമെന്നും. അപ്പോൾ ഞാൻ വാക്ക് തന്നിരുന്നു, ഞാൻ കോമൺ ആയിട്ട് ഒരു വീഡിയോ അതിന് വേണ്ടിയിട്ട് ഇടാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളതാണ്, ഞാൻ എങ്ങനെ പഠിച്ചു, എങ്ങനെ ഫസ്റ്റ് റാങ്ക് നിങ്ങൾക്കും നേടാം PSCയിൽ എന്നതിനെ കുറിച്ചിട്ടാണ്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു എക്സാം ആയിരുന്നു, ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ എന്ന് പറഞ്ഞ എക്സാം ആയിരുന്നു. 3-4 വേക്കൻസി മാത്രമേ ഉള്ളൂ. അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാമാണത്. കാരണം പോസ്റ്റ് കുറവായതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ എനിക്ക് പഠിക്കുന്നവരോട് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങൾ ഏത് PSC ആണെങ്കിലും, സാധാ LDC അല്ലെങ്കിൽ അങ്ങനെ സാധാ PSC, കോമൺ PSC ആണെങ്കിലും, ഡിപ്പാർട്ട്മെൻറ്റ് PSC, ഇപ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ പോലത്തെ എക്സാംസ് ആണെങ്കിലും, ഏത് PSC ആണെങ്കിലും ആദ്യം വേണ്ടത് നിങ്ങൾക്കൊരു ലക്ഷ്യമാണ്. നമ്മളൊരു കോച്ചിങ് ക്ലാസ്സിന് ജോയിൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങുമ്പോഴോ നമ്മൾ ആദ്യം വിചാരിക്കുന്നത് എന്താണ്, എങ്ങനെയെങ്കിലും ഒന്ന് ലിസ്റ്റിൽ കയറണം. അത് തെറ്റായ രീതിയാണ്. ഈ സെയിം എക്സാം ഞാൻ 2019 എഴുതിയപ്പോൾ ഞാൻ സപ്ലിമെൻ്ററി ലിസ്റ്റിലായിപ്പോയി. കാരണം എൻ്റെ ഒരു ചിന്താഗതി അങ്ങനെയാണ്, എങ്ങനെ ലിസ്റ്റിലൊന്ന് കയറണം, അങ്ങനെയല്ല വിചാരിക്കേണ്ടത്. ഈ പ്രാവശ്യം ഞാനൊരു തീരുമാനം എടുത്തത് ഫസ്റ്റ് റാങ്ക് തന്നെ നേടുമെന്നാണ്. ചിലപ്പോൾ നമ്മളെ കൂടെ പാടായിരിക്കും. നമ്മൾ LDC പോലത്തെ വലിയ വലിയ എക്സാംസിനൊക്കെ നമുക്ക് ഫസ്റ്റ് റാങ്ക് നേടുക എന്ന് പറയുന്നത് നമുക്ക് ഒരു അധികപ്പറ്റായിട്ട് തോന്നില്ല, അഹങ്കാരമായിട്ടൊക്കെ തോന്നും. ഒരുപാട് പേര് എഴുതുന്ന അല്ലെങ്കിൽ ഒരുപാട് ടഫായിട്ടുള്ള എക്സാം ആണല്ലോ എന്നൊക്കെ ഓർത്തിട്ട്, അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ ആണെങ്കിൽ തന്നെ ഏത് എക്സാം ആണെങ്കിലും നമ്മൾ അങ്ങനെയല്ല വിചാരിക്കട്ടെ, ഫസ്റ്റ് റാങ്ക് നേടും, എത്ര ടഫായാലും ഫസ്റ്റ് റാങ്ക് നേടും എന്നൊരു ദൃഢനിശ്ചയം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയില്ലെങ്കിലും ഒരു 10 റാങ്കിനുള്ളിലെങ്കിലും നമ്മൾ കയറും. ഒരിക്കലും ലിസ്റ്റിൽ വരണം എന്നുള്ള രീതിയിൽ പഠിക്കാതെ ഫസ്റ്റ് റാങ്ക് നേടിയിരിക്കും, അതെൻ്റെ വാശിയാണ് എന്നുള്ള രീതിയിൽ പഠിക്കുക. പഠന രീതികൾ പറയുന്നതിന് മുമ്പ് ഞാൻ എഴുതിയ ഒരു സ്റ്റഡി മോട്ടിവേഷൻ ബുക്ക് ഉണ്ട്, അത് ആമസോണിൽ ലഭ്യമാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പോൾ ആ ബുക്കിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ആമസോണിൽ നിന്ന് വാങ്ങിക്കാം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാം. ആദ്യം വേണ്ടത് നമുക്ക് ലക്ഷ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് റാങ്ക് നേടണം എന്നൊരു ലക്ഷ്യം തന്നെ നമുക്ക് വേണം, എങ്കിൽ മാത്രമേ ഏതെങ്കിലുമൊക്കെ ഒരു റാങ്ക് നമ്മൾ എത്തത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് റാങ്ക് നേടുന്നുള്ള ലക്ഷ്യം മാത്രമല്ല, ഞാൻ ആ ഒരു പോസ്റ്റിലെത്തും, ആ പോസ്റ്റിൽ ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യും, എൻ്റെ ഫാമിലി ഞാൻ നന്നായിട്ട് നോക്കും, ഞാൻ സാലറി നന്നായിട്ട് സേവ് ചെയ്ത് എനിക്ക് എൻ്റെ കുടുംബത്തെ രക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. എനിക്കിങ്ങനെ കുറേ സ്വപ്നങ്ങൾ കാണുക, ലക്ഷ്യത്തോടൊപ്പം കുറേ സ്വപ്നങ്ങളും കാണുക. സ്വപ്നങ്ങളാണ് നമ്മളെ എപ്പോഴും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്, അല്ലേ? ഏത് കാര്യത്തിലാണെങ്കിലും നാളത്തെ സ്വപ്നമാണ് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. സോ ജസ്റ്റ് സ്വപ്നം കാണുക, ജോബ് കിട്ടുന്നതും ഡെയിലി രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ സ്വപ്നം കാണേണ്ടതാണ്. ഒരു 10 മിനിറ്റ് ആലോചിക്കുക, പരീക്ഷ എഴുതുന്നതും റിസൾട്ട് വരുന്നതും നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്നതും നിങ്ങളെ എല്ലാവരും അനുമോദിക്കുന്നതും എല്ലാം ജസ്റ്റ് ഒന്ന് സ്വപ്നം കാണുക. ആ സ്വപ്നങ്ങളിൽ പലതെങ്കിലും നമുക്ക് ചിലപ്പോൾ പ്രാവർത്തികമായേക്കാം. മാത്രവുമല്ല, പഠിക്കാനൊരു ഊർജം, ഇങ്ങനെ സ്വപ്നം കാണുമ്പോൾ, നടക്കാൻ പോകുന്ന കാര്യം സ്വപ്നം കാണുമ്പോൾ നമുക്കൊരു ഊർജം കിട്ടും പഠിക്കാനായിട്ട്. സോ ഈ ചില ആൾക്കാർക്ക് പഠിക്കാൻ ബുക്ക് എടുക്കുമ്പോൾ ഒരു ചെറിയ മടി വരും, ഇന്ന് പഠിക്കേണ്ട, നാളെ പഠിക്കാം, അല്ലെങ്കിൽ വൈകുന്നേരം പഠിക്കാം. അതിന് നമ്മൾ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയും, മാറ്റി 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 വെച്ചുകൊണ്ട് പോകും. അത് ഒഴിവാക്കാൻ ഇങ്ങനത്തെ സ്വപ്നം കാണുന്നത് നല്ലതാണ്. എന്ന് കരുതിയിട്ട് ഒരു ഡേ ഫുള്ള് ഇരുന്ന് സ്വപ്നം കണ്ടുകൊണ്ട് മാത്രം ഇരിക്കണമെന്നല്ല പറയുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോഴോ രാത്രി കിടക്കാവുന്നതിന് ഒരു 10 മിനിറ്റ് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് കാണുക. അതാണ് ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. പിന്നെ പരമാവധി ഫസ്റ്റ് റാങ്ക് കിട്ടിയവരെയും സെക്കൻഡ് റാങ്ക് കിട്ടിയവരെയൊക്കെ സ്റ്റോറീസ് യൂട്യൂബിലുണ്ടാവും. അത് മാത്രം കാണാനായിട്ട്, അല്ലെങ്കിൽ യൂട്യൂബ് എടുത്ത ശേഷം അത് കണ്ടിട്ട് ബിഗ് ബോസിലേക്ക് പോകരുത്. അങ്ങനത്തെ മോട്ടിവേഷൻ വീഡിയോസ് മാത്രം ഡെയിലി ഒരെണ്ണമെങ്കിലും ജസ്റ്റ് കാണുക, ഒത്തിരി ഒന്നും കാണേണ്ട ആവശ്യമില്ല, ഒരെണ്ണം കാണുക. അപ്പോൾ അവർ കുറേ പഠന രീതികളൊക്കെ പറയുമ്പോൾ നമുക്ക് അതേപോലെ പഠിക്കാനുള്ള ഒരു കൊതി തോന്നും. ഞാൻ കുറേ വീഡിയോസ് അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൂടി ഒന്ന് കാണുക. രണ്ടാമത് വേണ്ടത് പ്ലാനിങ് ആണ്. നമുക്ക് പലപ്പോഴും ഇല്ലാത്ത കാര്യം അതാണ്. നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്, ഒരു 2 മാസത്തേക്കുള്ള ഒരു ടൈം ടേബിൾ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ച് പഠിക്കാനിരിക്കും. 2-3 ദിവസം പഠിക്കും, പിന്നെ ആ ഒരു ടൈം ടേബിൾ തപ്പി നടക്കേണ്ട അവസ്ഥയായിരിക്കും. സോ അങ്ങനെ ചെയ്യാതെ നിങ്ങൾ ഒരാഴ്ച എടുക്കുക. ആ ഒരാഴ്ച കൊണ്ട് ഒരു സബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ, ഇപ്പോൾ മാത്സ്, ഈ ഒരാഴ്ച കൊണ്ട് എത്ര മണിക്കൂർ പഠിച്ചാൽ സിലബസിലെ മാത്സ് തീരും അല്ലെങ്കിൽ ഫിസിക്സ് തീരും എന്ന് നിങ്ങൾ ടൈം ടേബിൾ തയ്യാറാക്കുക. അതൊരു കാൽക്കുലേഷൻ വേണം. നിങ്ങളിപ്പോൾ ജോലിക്ക് പോകുന്നവരായിരിക്കാം, വീട്ടമ്മമാരായിരിക്കാം, എന്താണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് എത്ര സമയം യൂസ് ചെയ്യാൻ പറ്റും എന്ന് കണക്ക് കൂട്ടുക. ചിലപ്പോൾ നിങ്ങൾക്ക് 2 മണിക്കൂറേ പറ്റുള്ളൂ, ചിലപ്പോൾ 4 മണിക്കൂർ പറ്റുന്നവരുണ്ടാവും, ചിലർക്ക് ഫുൾ ഡേ പറ്റുന്നവരുണ്ടാവും. അപ്പോൾ ഫുൾ ഡേ കണ്ടിന്യൂസ് പഠിക്കുക എന്ന് പറയുന്നത് ആർക്കും നടക്കുന്ന കാര്യമല്ല. അപ്പം നിങ്ങൾ ഫുൾ സമയമുള്ള ആൾക്ക് ഒരു 5 മണിക്കൂറൊക്കെ സെറ്റ് ചെയ്യും. അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഓരോ മണിക്കൂറിലും എത്ര ടോപ്പിക് പഠിക്കണം എന്നൊക്കെ ബേസ് ചെയ്ത് നിങ്ങൾ ഒരാഴ്ചത്തെ ടൈം ടേബിൾ തയ്യാറാക്കുക. എന്നിട്ട് ആ ഒരാഴ്ച അത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് പോവുക. നന്നായിട്ട് പഠിച്ച്, ഉറപ്പായിട്ടും ചിലപ്പോൾ 1-2 ദിവസം പഠിക്കാൻ പറ്റിയില്ലെന്ന് വരാം, മടി കാരണമോ
വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ കാരണമോ എന്തെങ്കിലും പഠിക്കാൻ പറ്റാതെ വന്നേക്കാം. അപ്പോൾ ആ ഒരാഴ്ച കഴിഞ്ഞിട്ട് 2 ദിവസവും കൂടെ പഠിക്കാനുള്ള കാര്യങ്ങളൂടെ പഠിച്ചങ്ങ് തീർക്കുക. പിന്നെ ഒരു 3 days നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. നിങ്ങൾ ഇനി ലോകത്ത് എത്ര കാര്യങ്ങൾ തലകുത്തി പഠിച്ചു കഴിഞ്ഞാലും റിവിഷൻ ഇല്ലാതെ ഒരു കാര്യവും ഇല്ല. നമ്മൾ പഠിക്കുമ്പോൾ വിചാരിക്കും ഇതെല്ലാം നമ്മുടെ മെമ്മറിയിൽ നിൽക്കുന്നത് വെറുതെയാണ്. ഒരു 7 ദിവസം കഴിഞ്ഞ് ചോദിക്കുമ്പോൾ നമുക്കൊന്നും അറിയില്ല. സോ റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിവിഷൻ ചെയ്യാതെ നിങ്ങൾക്ക് ഒരിക്കലും വിജയത്തിലേക്ക് എത്താൻ കഴിയില്ല. അടുത്ത് നിങ്ങൾക്ക് വേണ്ടത് ഫിക്സഡ് ടൈമാണ്. എന്നും പഠിക്കാൻ കൃത്യസമയം വേണം. അതായത് നിങ്ങൾ ജോലിക്ക് പോകുന്നവരാണെങ്കിലും വീട്ടമ്മമാർ എന്താണെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് രാവിലെ പഠിക്കാൻ സമയം കാണും, ചിലപ്പോൾ വൈകിട്ടായിരിക്കും. ആ ഒരു സമയം ഫിക്സ് ചെയ്യുക ആദ്യമേ. ഞാൻ രാവിലെ 4 മണിക്ക് എഴുന്നേക്കും, അല്ലെങ്കിൽ 5 മണിക്ക് എഴുന്നേക്കും, 7 മണി വരെ പഠിക്കും. ഇല്ലെങ്കിൽ രാത്രി ഞാൻ 7 മണി തൊട്ട് 10 മണി വരെ പഠിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾ ഒരു കാര്യവും നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരരുത്. ടിവിയോ ഫോണോ എന്തെങ്കിലും ഫംഗ്ഷനോ എന്താണെങ്കിലും അതിന് മുമ്പ് സെറ്റ് ചെയ്ത് കഴിയുക. അതെല്ലാം സെറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ആ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത്രയും സമയം പരമാവധി യൂസ് ചെയ്യാം. അപ്പോൾ 7 മണി തൊട്ട് 10 മണി വരെ നിങ്ങൾക്ക് സുഖമായിട്ട് പഠിക്കാം. ഇനി കുട്ടികളുള്ളവരാണെങ്കിൽ രാവിലെ എഴുന്നേക്കാം, 4 മണി തൊട്ട് ഒരു 6 മണി വരെ നിങ്ങൾ ആരും ശല്യം ചെയ്യാൻ വരില്ല. അപ്പോൾ ആ സമയം എന്നും ഫോളോ ചെയ്യാൻ നോക്കുക. അതാണ് ഫിക്സഡ് ടൈം ഉദ്ദേശിക്കുന്നത്. ഇന്ന് 4 മണിക്ക് എഴുന്നേക്കുമെങ്കിൽ നാളെ 4 മണിക്ക് ആ രീതിയിൽ കറക്റ്റ് സമയം ഫോളോ ചെയ്തു പോവുക. അല്ലാതെ ഇന്ന് രാവിലെ പഠിച്ചു നാളെ വൈകിട്ട് പഠിച്ചു ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്കൊരു ഓർഗനൈസ്ഡ് സ്റ്റഡി ആവത്തില്ല. നമ്മൾ ചിലപ്പോൾ വിട്ടുപോയേക്കാം. ഇപ്പം ഇന്ന് രാവിലെ പഠിക്കാമെന്ന് വിചാരിച്ചു നടന്നില്ല, വൈകിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു നടന്നില്ല. അതേസമയം നമ്മൾ 3 നേരം ചോറ് കഴിക്കാൻ നമ്മൾ മറക്കില്ലല്ലോ. നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ എന്തായാലും ഫുഡ് കഴിച്ചിരിക്കും. അതേപോലെ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സമയം കിട്ടരുത്. ആ സമയം നമുക്ക് പഠിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു ശ്വാസം മുട്ടിൽ നമ്മൾ സ്വന്തമായിട്ട് കൃത്യമായിട്ട് ഫീൽ ചെയ്യണം. ശ്വാസം മുട്ടെന്ന് വെച്ചാൽ വലുതല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ പഠിക്കാൻ പറ്റിയില്ലല്ലോ, ഒരു അസ്വസ്ഥത നമ്മുടെ മനസ്സിൽ വരില്ലേ? അങ്ങനെ ഒരു അസ്വസ്ഥത കൊണ്ടുവരിക. അപ്പം നെക്സ്റ്റ് ഡേ ആകുമ്പോൾ നമ്മൾ ആ സമയത്ത് പഠിക്കാൻ ശ്രമിക്കും. നിങ്ങൾക്ക് ഒരു സ്വീറ്റ്സ് കഴിക്കാൻ തോന്നി, കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇറിറ്റേഷനൊക്കെ തോന്നത്തില്ലേ? അതേപോലെ പഠിച്ചില്ലെങ്കിൽ ഒരു ഇറിറ്റേഷൻ മനസ്സിലേക്ക് മനഃപൂർവ്വം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നിങ്ങൾ ഉഴപ്പാതെ പഠിക്കുന്നതായിരിക്കും. അടുത്തത് ഞാൻ ചെയ്തത് ഡിസ്ട്രാക്ഷൻസ് കംപ്ലീറ്റ് ഒഴിവാക്കി. ആ ഒരു പഠിക്കുന്ന സമയത്ത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏകദേശം 2 മാസമാണ് പഠിച്ചത്. കൂടുതൽ സമയമൊന്നും പഠിച്ചിട്ടില്ല. ഡെയിലി 4 മണിക്കൂർ, രാവിലെ 2 മണിക്കൂർ, വൈകിട്ട് 2 മണിക്കൂർ, 2 മാസം അതിന് വേണ്ടിയിട്ടൊക്കെ മാറ്റി വെച്ചു. ആ സമയത്ത് സോഷ്യൽ മീഡിയാസ് എല്ലാം അവോയ്ഡ് ചെയ്തിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ഫേസ്ബുക്കും ഇൻസ്റ്റയൊക്കെ മാക്സിമം ഒഴിവാക്കി അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെക്ക് ചെയ്യും, അപ്പോഴേ അൺഇൻസ്റ്റാൾ ചെയ്യും. വേറെ ഒരു രക്ഷയില്ല. നമ്മുടെ സമയം കൊല്ലി എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലാണ്. അപ്പോൾ അതിനകത്തുള്ള സോഷ്യൽ മീഡിയാസ് ആണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. സോ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. മറ്റെന്തെങ്കിലും ഫംഗ്ഷൻസോ അങ്ങനെ ഉണ്ടെങ്കിൽ മാക്സിമം ഒഴിവാക്കുക. നിങ്ങളുടെ ഇപ്പം അനിയൻ്റെയോ അനിയത്തിയുടെ കല്യാണം, ഓക്കെ, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അല്ലാതെയുള്ള കുറച്ച് ഫംഗ്ഷൻസ് ഒക്കെ ഒഴിവാക്കി വിടുക, ടൂറൊക്കെ ഒഴിവാക്കി വിടുക. പരീക്ഷ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മതി എന്നുള്ള ഉറച്ച തീരുമാനം എടുക്കുക. പലപ്പോഴും നമ്മളുടെ ഡിസ്ട്രാക്ഷൻസിൽ വരുന്ന മറ്റു പ്രശ്നമാണ് ഡിപ്രഷന്, കുടുംബ പ്രശ്നങ്ങൾ, പല പല ടെൻഷൻസ്, ഓവർ തിങ്കിങ്. ഇതെല്ലാം ഡിസ്ട്രാക്ഷൻസിൽ വരുന്നതാണ്. നമ്മൾ പഠിക്കാൻ ഇരിക്കുമ്പോഴായിരിക്കും നമുക്ക് അതുവരെ ഇല്ലാത്ത ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതൊക്കെ അങ്ങ് ഒഴിവാക്കുക. പലപ്പോഴും നിങ്ങൾ വിചാരിക്കും ഇത്രയും പരീക്ഷ എഴുതിയിട്ട് എനിക്കൊന്നും കിട്ടിയില്ലല്ലോ, എനിക്ക് ഒരു ജോബ് ആവുന്നില്ലല്ലോ. ആ ഒരു ബുക്ക് തുറക്കുമ്പോഴേ നിങ്ങൾക്ക് ഈ ചിന്ത വരത്തുള്ളൂ. നിങ്ങളൊരു സിനിമ കാണിക്കാൻ കൊണ്ടുപോയി നിങ്ങൾക്ക് ആ ചിന്ത വരത്തില്ല. സോ നമുക്കത് മൈൻഡിൽ നമ്മൾ അവെയർ ആയിരിക്കണം. ഇത് ഞാൻ പഠിക്കാനിരുന്നപ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ഈ ചിന്ത വരുന്നത്? ഇത് ഓവർ തിങ്കിങ് ആണ്. ഇതിൻ്റെ ഒന്നും ആവശ്യപ്പ് ഇവിടെയില്ല. ഇപ്പം ജസ്റ്റ് പോസിറ്റീവ് മൈൻഡാണ് എന്നുള്ള കോൺഫിഡൻസോടുകൂടി പഠിക്കാനിരിക്കുക. അടുത്തത് വേണ്ടത് ഒരു സ്റ്റഡി ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ അതേ വേവ് ലെങ്ത് ഉള്ള കുറച്ച് ഫ്രണ്ട്സിനെ ഇൻക്ലൂഡ് ചെയ്തൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. അത് ഒരുപാട് ഫ്രണ്ട്സ് ഒന്നും വേണ്ട, 2-3 പേര്, അത് കൂടുതലൊന്നും പാടില്ല. കാരണം ഒരാൾ ഉഴപ്പിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാവരും ഉഴപ്പും. സോ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന 1-2 ഫ്രണ്ട്സിനെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്കത് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഓരോ ദിവസം പഠിക്കാനുള്ള ടോപ്പിക്ക് അവർക്കൂടെ പറഞ്ഞു കൊടുക്കുക. ഒരു ടൈമിനോട് നിങ്ങൾ ഗ്രൂപ്പിൽ കോമൺ ആയിട്ട് ഇടുക. എന്നിട്ട് നിങ്ങൾ വൈകുന്നേരം പഠിച്ച് കഴിയുമ്പോൾ അവരുടെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറയാം. ഇങ്ങോട്ട് ഒരു 5 ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് ചോദിക്കാൻ പറയാം, ഒരു 5 ക്വസ്റ്റ്യൻ നിങ്ങൾ അങ്ങോട്ട് ചോദിക്കും. അപ്പോൾ നമ്മൾ ഡെയിലി പഠിക്കാൻ ഒരു ഊർജ്ജം കിട്ടും. മറ്റേ ആൾ പഠിച്ച് കാണും എന്നൊക്കെയുള്ള ടെൻഷൻ കൂടെ നമ്മൾ ഇരുന്ന് പഠിക്കും. നമുക്കവിടെ കൂടുതൽ കഴിവുകൾ പറയാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ശ്രദ്ധിക്കുക, വളരെ നല്ല ഫ്രണ്ട്സിനെ എടുക്കുക. നല്ല ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഓവർ കെയറിങ്, ഓവർ സ്നേഹം തരുന്ന ഫ്രണ്ട്സ് നല്ല ഉദ്ദേശിക്കുന്നത്. പഠിക്കാൻ വാശിയോടെ പഠിക്കുന്ന ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുക. ഏറ്റവും അവസാനം ഞാൻ ചെയ്ത കാര്യം മാക്സിമം MCQs നോക്കി. ഇപ്പോൾ ഇത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ എക്സാം ആയതുകൊണ്ട് തന്നെ ലങ്സിന്റെ അനാട്ടമി ഫിസിയോളജി ഒക്കെ ഉണ്ട്. സോ ഞാൻ പരമാവധി സൈറ്റുകളിലെല്ലാം ലങ്സ് അല്ലെങ്കിൽ TB അതിൻ്റെ എല്ലാ MCQs സെർച്ച് ചെയ്യുമായിരുന്നു. ഏതൊക്കെ MCQs നോക്കാം അതെല്ലാം നോക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഏത് ടോപ്പിക് പഠിച്ചാലും ഒരു അരമണിക്കൂർ MCQ സെർച്ച് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. അതായത് യൂട്യൂബിലോ ഗൂഗിളിലോ ടെക്സ്റ്റുകളിലോ എവിടെയൊക്കെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ടുള്ള MCQ ഉണ്ടോ അതെല്ലാം നോക്കുക. ചിലപ്പോൾ ആ MCQs ആയിരിക്കും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പറയാൻ പറ്റില്ല. നമുക്ക് മാത്രമല്ല നമുക്ക് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ കൂടി നമുക്ക് മനസ്സിലാവും. അതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, എത്ര പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ അത്രയും കളക്ട് ചെയ്ത് അത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാലും ഒരു 20% മാർക്ക് അതിൽ നിന്ന് കിട്ടുന്നതാണ്.
അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ച രീതി. ഒരുപാട് തലകുത്തി പഠിക്കുന്ന ആളല്ല, ഒരു പുസ്തകപ്പുഴൊന്നുമല്ല. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾ, യൂട്യൂബിൽ ചെയ്യുന്നുണ്ട്, അതേപോലെ ഫുഡ് സേഫ്റ്റിയുടെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, ടെക്സ്റ്റ് പബ്ലിഷ് ചെയ്യുക, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ ഒരു പരീക്ഷ എഴുതിയത്. അപ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, കുറച്ച് സമയം മാത്രമേ പഠനത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളൂ. നമുക്ക് പഠനത്തിൽ ഹാർഡ് വർക്ക് എന്നതിലുപരി എപ്പോഴും വേണ്ടത് സ്മാർട്ട് വർക്കാണ്. കുറച്ച് സമയം യൂസ് ചെയ്യുന്നുള്ളെങ്കിലും ആ സമയത്ത് പഠിക്കാനുള്ള കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക, റിവിഷൻ ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുക, നമ്മൾ അതേ വേവ് ലെങ്തുള്ള പഠിക്കുന്ന ഫ്രണ്ട്സിനെ കൂടെ കൂട്ടുക. ഇങ്ങനെ കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു പഠനം നിങ്ങൾക്ക് ഒരു നിത്യമായിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡെയിലി റൂട്ടീനായിട്ട് ഒരു സൈഡിൽ കൂടെ പോയിക്കോളൂ. സോ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ആദ്യമായിട്ട് കോൺഫിഡൻസ് ആണ്, ഞാൻ ഫസ്റ്റ് റാങ്കിൽ വരും എന്നുള്ളൊരു കോൺഫിഡൻസ്. ഫസ്റ്റ് റാങ്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സെക്കൻഡ് തേർഡ് കിട്ടിയാലും നമുക്ക് ജോലി കിട്ടും. പക്ഷേ ഫസ്റ്റ് റാങ്ക് തന്നെ വേണം എന്ന ഒരു വാശി എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് നിങ്ങളെ കൊണ്ട് അത് ആവില്ല എന്നായിരിക്കും അല്ലേ? ഞാൻ വിചാരിച്ചതാണ് ഒരിക്കലും ഫസ്റ്റ് റാങ്ക് ആവില്ല. ഒരിക്കലും അല്ല, പറ്റും. ഓൾമോസ്റ്റ് മനുഷ്യന്മാർക്കെല്ലാം ഒരേ ബ്രെയിനാണ്. ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരും ഒട്ടും ബുദ്ധിയില്ലാത്ത ആൾക്കാരും ഒന്നുമില്ല. എല്ലാവർക്കും ഏകദേശം ഒരു റേഞ്ച് ഓഫ് IQ തന്നെ ആയിരിക്കും ഉള്ളത്. അത് നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ്, എങ്ങനെ നിങ്ങൾ അതിനെ സ്മാർട്ടായിട്ട് യൂസ് ചെയ്യുന്നു എന്നതിനെ കുറിച്ചിട്ടാണ് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ വിജയം വരുന്നത്. അല്ലാതെ അയാൾക്ക് ഭയങ്കര ബുദ്ധിയാണ്, അയാൾക്ക് ഭയങ്കര തലച്ചോറുണ്ടാണ്, അതുകൊണ്ടാണ് ഫസ്റ്റ് റാങ്ക് കിട്ടിയത്, ഒരിക്കലും അല്ല. എന്നെക്കാളും ബുദ്ധിയുള്ള ഒരുപാട് പേര് എൻ്റെ സ്റ്റഡി ഗ്രൂപ്പിലുണ്ടായിരുന്നു. ഞങ്ങൾ പഠന ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതിൽ ഒരുപാട് മിടുക്കരി പിള്ളേരുണ്ടായിരുന്നു. പക്ഷേ ചിലപ്പോൾ നമ്മൾ പഠിക്കുന്ന രീതി വെച്ചിട്ടോ നമ്മൾ റിവിഷൻ ചെയ്തതിൻ്റെ വെച്ചിട്ടൊക്കെ ആയിരിക്കും നമുക്ക് ടോപ്പിലേക്ക് എത്താൻ കഴിയുന്നത്. അത്രേ ഉള്ളൂ. അല്ലാതെ ആരുടെ ബ്രെയിനും സ്മാർട്ടാണെന്നോ അല്ലെങ്കിൽ വലുതാണെന്നൊന്നുമില്ല. എല്ലാവരുടെയും ബ്രെയിൻ ഒരുപോലെ ഉള്ളൂ. നമ്മൾ കണ്ടിട്ടില്ലേ, ചിലപ്പോൾ സാധാ അധികം പഠിത്തമൊന്നുമില്ലാത്ത കുട്ടികളായിരിക്കും, പക്ഷെ അവർ ചിന്തിക്കുന്ന കാര്യങ്ങളും അവർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്നില്ല, ഇവർക്കൊക്കെ ഇത്രയും ബുദ്ധിയുണ്ടോ, ഇവരൊക്കെ ഇത്രയും ചിന്താശേഷിയുള്ളവരാണ്. നമുക്ക് അങ്ങനത്തെ ചിന്താശേഷി കിട്ടും, നമ്മൾ അങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ടാണ്. അതുപോലെയുള്ള പഠനത്തിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു നോക്കുക. ഇത്രയും നാൾ പഠിച്ച രീതി അല്ലാതെ കുറച്ചും കൂടി ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഏത് PSC ആണെങ്കിലും ഫസ്റ്റ് റാങ്ക് നേടാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്